ഖാദി മുഹമ്മദ് വലിയാണ്, സാധാരണക്കാരനല്ല, വലിയ മഹാനാണ്, ഔലിയാക്കന്മാരിൽപ്പെട്ട ആളാണ്. എന്താ അവർ പറഞ്ഞ്? മൊയ്തീമാലന്റെ ഒരു അക്ഷരത്തിനും ഒരു വള്ളിക്കും പുള്ളിക്കൊന്നും കോട്ടം വരുത്താതെ മണിമാളം സ്വർഗത്തിൽ നാഥൻ കൊടുക്കുമേ. കേട്ടോ, മൊയ്തീമാല തെറ്റാതെ ചൊല്ലണം. കടമ വെച്ചാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ വിട്ടുകൊണ്ടല്ല. തെറ്റാതെ ചൊല്ലിയാല് സ്വർഗത്തിൽ അല്ലാഹു തആല മണിമാളം നൽകും. തെറ്റാതെ ചൊല്ലിയാല് സ്വർഗത്തിൽ അല്ലാഹു തആല മണിമാളം നൽകും, കൊട്ടാരം നൽകും എന്നാ പറയണത്. അതേ പല ഇതിന് കിട്ടും. ഈ മൗലൂദ് ചൊല്ലിയാലും കിട്ടും, രണ്ടും തന്നെ. അപ്പൊ മൊയ്തീ മൗലൂദ് എന്തും കുറച്ച് ചൊല്ലിയാല് സ്വർഗം കിട്ടും. സ്വർഗം കിട്ടും. ഈമാൻ കിട്ടി മരിക്കണ്ടേ? ഈമാൻ കിട്ടി മരിക്കാനുള്ള വഴി അതാ. കണ്ടില്ലേ സഹോദരങ്ങളെ, ഈമാൻ കിട്ടി മരിക്കാനുള്ള വഴി മൗലൂദ് ഓതലാണ് എന്ന് ഈ സമുദായത്തിലേക്ക് ഇത്തരം പൗരോഹിത്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കടമ കഴിക്കാൻ വേണ്ടിയല്ലാതെ ഏറ്റവും നല്ല രൂപത്തിൽ ഇഖ്ലാസോടുകൂടി ഓതിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ മണിമാളം ലഭിക്കുമെന്നാണ്, കൊട്ടാരം ലഭിക്കുന്നതാണ് അവർ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രത്യേകമായ അമലുകൾക്ക് പ്രത്യേകമായ സ്ഥാനങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലൊരു വീട് ലഭിക്കുമെന്ന് പറഞ്ഞ് ചില പ്രത്യേകമായ കർമ്മങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ എങ്ങും ഒരു കൊട്ടാരം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുഹീദ്ദീൻ മാല ഓതണം എന്ന് പഠിപ്പിച്ചതായിക്കൊണ്ട് തിരുവചനങ്ങളിൽ കാണാൻ സാധിക്കില്ല, വിശുദ്ധ ഖുർആനിന്റെ വരികളിൽ കാണാൻ സാധിക്കുന്നില്ല, അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഇമാം മാലിക് റഹ്മഹുല്ലാഹ് പറയുന്നത്, ഒരാൾ ഒരു പുതിയ ഒരു ആശയം കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഒരു പുതിയൊരു സംഭവം ദീനുൽ ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയാൽ യഥാർത്ഥത്തിൽ അവൻ വാദിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിന്റെ റിസാലത്ത് പൂർത്തീകരിക്കാതെ, ദൗത്യം പൂർത്തീകരിക്കാതെയാണ്, നമ്മളോട് വഞ്ചന കാണിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് എന്നാണ് അവൻ വാദിക്കുന്നത് എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ നന്മകളും പുണ്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്നാണ്. ഇനി അതിലേക്കൊരു പുണ്യം കടത്താനില്ല. നരകത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ മോശപ്പെട്ട പ്രവർത്തനങ്ങളെ തൊട്ടും താക്കീത് നൽകിയിട്ടുമുണ്ട് എന്ന് റസൂലുള്ളാഹി പറയുമ്പോൾ, സ്വർഗത്തിലൊരു കൊട്ടാരം ലഭിക്കാൻ കാരണമാകുന്ന ഇത്രയും വലിയ പുണ്യമുള്ള ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറച്ചു വെച്ചിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി എന്നാണ് ഇത്തരം ആളുകൾ വാദിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പഠിപ്പിക്കാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകൻ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് അകറ്റുന്നതായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും താക്കീത് തന്നിട്ടുണ്ട്. അതിലപ്പുറം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത മാലകളും മൗലൂദുകളും അത് വലിയ പുണ്യമുള്ളതാണ്, ഈമാൻ കിട്ടി മരിക്കാൻ കാരണമാകുന്നതാണ്, സ്വർഗത്തിൽ കൊട്ടാര സമമായ വീടുകൾ ലഭിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തെ തിന്മയിലേക്ക്, ബിദ്അത്തിലേക്ക്, ശിർക്കിലേക്ക് നയിക്കുന്ന ഒരവസ്ഥ ഇന്നുണ്ട്. അത് കരുതലോടുകൂടി നോക്കിക്കാണേണ്ട